ഈശോ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് സ്വാഗതം. ബിനോയ് പല. ദൈവ അബ്രാഹത്തിനോട് പറയുന്നു, ബൈബിൾ പുസ്തകം ഉൽപ്പത്തി 12:2-3. നിന്നെ ഞാൻ അനേക ജനതകളുടെ പിതാവാക്കും, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് രണ്ടും ചരിത്രത്തിൽ നിറവേറിക്കഴിഞ്ഞു. യഹൂദ ചരിത്രം അത് അതിനെപ്പറ്റി ചുരുക്കി പറയാം. യഹൂദ ചരിത്രം എബ്രഹാമിൽ തുടങ്ങുന്നു. അബ്രഹാത്തിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തിന് 12 മക്കൾ. അവരിൽ നിന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. ഏകദേശം BC 1000 രൂപം കൊണ്ട ഇസ്രായേൽ. ആദ്യരാജാവ് സാവുൾ, രാജ്യതലസ്ഥാനം ജെറുസലേം. സാവുളിന് ശേഷം ദാവീദ്, പിന്നെ സോളമൻ. പിന്നെ രാജ്യം വിഭജിക്കപ്പെടുന്നു. പല കാരണങ്ങളാൽ ലോകം മുഴുവൻ യഹൂദർ കുടിയേറുന്നുണ്ട്. BC സമയം ചെറിയവർ ആ സംസ്കാരങ്ങളുമായി മിക്സാകുന്നു ലോകം മുഴുവൻ. എങ്കിലും ബൈബിൾ പറഞ്ഞ പല ആചാരങ്ങളും ഇന്നും ചില രാജ്യങ്ങളിലും ചില സംസ്കാരങ്ങളിലും ജനതകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യയിൽ. എപ്പോഴും കുറേ യഹൂദർ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിരുന്നു. വർഷത്തിലൊരിക്കൽ അവർ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നു ലോകം മുഴുവൻ നിന്നും. AD 70-ലും AD 130-ലും റോമൻ ഭരണാധികാരികൾ വൻ യഹൂദ വംശഹത്യ നടത്തി. യഹൂദർ ഏകദേശം ആ നാട്ടിൽ നാമാവശേഷമായി. അവർ ലോകം മുഴുവൻ വൻതോതിൽ പലായനം ചെയ്തു. ഇന്ത്യയിലും വന്നു. AD സമയം ചിതറിയവർ യഹൂദർ എന്ന പേരിൽ തന്നെ ലോകം മുഴുവൻ അറിയപ്പെട്ടു. അവരിൽ നല്ലൊരു ശതമാനം AD 1948 ഇസ്രായേൽ പുനർജന്മം കൊണ്ടപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. ഇസ്രായേൽ ഉയർത്തെഴുന്നേൽപ്പ് BC സമയം എഴുതിയ ബൈബിൾ പുസ്തകം എസെക്കിയേൽ 37 അധ്യായങ്ങളിലെ പ്രവചന നിവൃത്തിയാണ്. ഇസ്രായേൽ ലോകത്തിന് അടയാളം. അവർ ലോകം മുഴുവൻ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിജീവനത്തിനായി അവരിൽ ധാരാളം ആശയങ്ങൾ രൂപം കൊണ്ടു. ആധുനിക ശാസ്ത്രജ്ഞരിൽ നല്ലൊരു പങ്ക് യഹൂദരാണ്. ശാസ്ത്രത്തിൻ്റെ നന്മകൾ ലോകത്തിന് അനുഗ്രഹമാണ്. ബൈബിൾ പ്രവചനം നിറവേറി. അവർ ശാസ്ത്രം ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മരുഭൂമിയെ മലർവാടിയാക്കി. നമുക്കും ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിച്ചോ ശാസ്ത്രം ഉപയോഗിച്ച് ഇന്ത്യയെ വികസിപ്പിക്കാം. പുരാതന കാലം മുതൽ ഇന്ത്യക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്നു. മയിലിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. മലയാളികൾ 1-ാം നമ്പർ ആനപ്പാപ്പന്മാരാണ്. ബൈബിൾ പുസ്തകം 1 രാജാക്കന്മാർ 10-ാം അധ്യായം പറയുന്നു, BC 1000 സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടൽ മാർഗം 3 വർഷത്തിലൊരിക്കൽ മയിൽ, ആനക്കൊമ്പ്, കുരങ്ങുകൾ, സ്വർണം, വെള്ളി എന്നിവ വന്നിരുന്നു. കത്തോലിക്ക ബൈബിൾ പുസ്തകം 2 മക്കാബാർ 6-ാം അധ്യായം വായിച്ചാൽ BC 100-ൽ നടന്ന യഹൂദ ഗ്രീക്ക് യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആനപ്പാപ്പന്മാർ പങ്കെടുത്തുവെന്നും അവർ ആനകൾക്ക് പരിശീലനം കൊടുത്തുവെന്നും പറയുന്നു. BC സമയത്ത് പല ഘട്ടങ്ങളിൽ യഹൂദർ കൊടിയേറിയിട്ടുണ്ട് ലോകം മുഴുവൻ. ഇസ്രായേൽ ഗോത്രങ്ങൾ ഇന്ത്യയിൽ വിവിധ ജാതികളായി, പ്രധാനമായി ഉയർന്ന ജാതികൾ. അവരിലെ പുരോഹിത ലേവി ഗോത്രം ഇന്ത്യയിൽ പുരോഹിത ബ്രാഹ്മണ ഗോത്രമായും ജപ്പാനിലെ പുരാതന ഷിൻഡോ മതത്തിലെ പുരോഹിതരായും മാറി. 3 വിഭാഗത്തിൽപ്പെട്ട പുരോഹിതരും ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു. എന്നാൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ബുദ്ധമതത്തിൽ ഈ ആചാരമില്ല. യഹൂദ ലേവി പുരോഹിത വസ്ത്രധാരണയെപ്പറ്റി ബൈബിൾ പുസ്തകം എസെക്കിയേൽ 44-ാം അധ്യായം, പുറപ്പാട് 28-ാം അധ്യായം പറയുന്നു. അത് അരമുതൽ തുട വരെയുള്ള ചണവസ്ത്രമായിരിക്കണം. വിയർപ്പുണ്ടാക്കുന്നതൊന്നും ധരിക്കരുത്. രോമം കൊണ്ടുള്ളതായിരിക്കണം. ഇന്ത്യയിൽ ഇന്നും ബ്രാഹ്മണ പുരോഹിതന്മാർ ഈ രീതിയിലാണ് പ്രാർത്ഥന നടത്തുമ്പോൾ വസ്ത്രം ധരിക്കുന്നത്. യഹൂദർ പണ്ട് വിഗ്രഹാരാധകരായിരുന്നു. കാളയെ ആരാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് മോശയിലൂടെ ദൈവകൽപ്പന കിട്ടിയതനുസരിച്ച് അവർ വിഗ്രഹാരാധനയിൽ നിന്ന് പിന്മാറി. ബൈബിൾ പുസ്തകം ദാനിയേൽ 14-ാം അധ്യായത്തിൽ വിഗ്രഹാരാധനയെപ്പറ്റി പറയുന്നുണ്ട്. പുറപ്പാട് 32-ാം അധ്യായത്തിൽ കാളയെ ആരാധിക്കുന്നതിനെ പറ്റി പറയുന്നു. മോശ സീനായ് മലയിൽ മുലമുകളിൽ പോകുമ്പോൾ യഹൂദർ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് വിഗ്രഹാരാധന തുടരുന്നു. മിക്ക പുരാതന ക്ഷേത്രങ്ങൾ മുമ്പിൽ തന്നെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ദാനിയലിൻ്റെ പുസ്തകം, കത്തോലിക്ക ബൈബിൾ പുസ്തകം ദാനിയൽ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസൻ എന്ന കഥാപാത്രത്തെപ്പറ്റി പറയുന്നു. വ്യഭിചാരത്തിൽ കുറ്റത്തിൽ ആരോപിക്കപ്പെട്ടാൽ പരസ്യവിചാരണ നടത്തി ശിക്ഷ നടത്തുന്നു. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണ സമുദായത്തിൽ സ്മാർത്ഥ വിചാരം എന്ന പേരിൽ ഈ ആചാരം നിലനിന്നിരുന്നു. യഹൂദർ അവരുടെ ആദ്യരാജാവായ സാവുളിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നു. ബൈബിൾ പുസ്തകം 1 സാമുവേൽ അധ്യായം 31. ഉൽപ്പത്തി 50-ാം അധ്യായത്തിൽ ജോസഫ് മക്കളോട് പറയുന്നു, മരണശേഷം തൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുക്കണം. ഇന്ത്യയിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതും അവശിഷ്ടങ്ങൾ പുണ്യസ്ഥലങ്ങളിൽ നദികളിൽ നിക്ഷേപിക്കുന്നതും പതിവാണ്. 12 ഇസ്രായേൽ ഗോത്രപ്പേരുകൾ, അവരുടെ സമാനതകൾ കാശ്മീരിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള 10 ഗോത്രക്കാരിലും കാണാൻ സാധിക്കും. റൂബൻ, സൈമൺ, ലേവി, ജൂദ, സെബുലൂൻ, ഇശാക്കർ, ദാൻ, ഗാദ്, അഷേർ, നഫ്താലി, ജോസഫ്, ബെഞ്ചമിൻ. ഇതാണ് ഇസ്രായേലിലെ 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ. എഫ്രേം, മനാസെ ജോസഫിൻ്റെ 12 മക്കളാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നുള്ള മണിപ്പൂരിൽ നിന്നുള്ള കുക്കികളിൽ ചിലരെ മനാസെ ഗോത്രമെന്ന് അംഗീകരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള 10 ഗോത്രക്കാരിൽ ബാനി ഇസ്രായേൽ എന്ന പേര് കോമണാണ്. ഇസ്രായേൽ മക്കൾ എന്നർത്ഥം. ജോസഫ് അവർക്ക് യൂസഫാണ്. യൂസഫായി എന്ന പേരും കോമണാണ്. ജോസഫിൻ്റെ മക്കൾ എന്നർത്ഥം. പ്രധാന അഫ്ഗാൻ ഗോത്ര പേരുകൾ ഇവയാണ്:
റബ്ബാനി ട്രൈബ് ഫോർ റുബൻ, ഷിൻവാരീസ് ഫോർ സൈമൺ, ലെവാനീസ് ഫോർ ലേവി, ദഫ്താനീസ് ഫോർ നഫ്താലി, ജാലീസ് ഫോർ ഗാദ്, അഷൂറീസ് ഫോർ അഷർ, അഫ്രീദീസ് ഫോർ എഫ്രൈം, ജാജീസ് ഫോർ ഗാജി ഫോർ ദ ട്രൈബ് ഓഫ് ഗാഡ്. കാശ്മീരിലെ സമാനതകൾ കാണാം. അഷേറിയ ട്രൈബ് ഈസ് ഫോർ അഷർ, ഡാൻഡ് ഈസ് ഫോർ ദാൻ, ഗാദ് ഈസ് ഫോർ ഗാഡ്, ലാവി ഈസ് ഫോർ ലെവി, ഷാവുൾ ഫോർ കിങ് സോളമൻ, സുലൈമാനിഷ് ഓൾസോ ഫോർ കിങ് സോളമൻ. പിന്നെ ഇന്ത്യയിൽ ബ്രാഹ്മണ, നമ്പൂതിരി, പട്ടർ, ഫട്ട്, ഫട്ടതിരി, പത്ര, പട്ടേൽ, പട്ടീൽ, അയ്യർ, അയ്യങ്കാർ, റെഡ്ഡി, റാവു, സിഖ്, തോഡർ, കുടകർ, ഖാൻ, ഹുസൈൻ, ഇക്ബാൽ എന്നീ പേരുകളിൽ അവരുടെ ഗോത്രങ്ങളിലും എല്ലാം അതും യഹൂദ ആചാരങ്ങളായിട്ട് വളരെയധികം സമാനതകൾ കാണാം. അതുപോലെ കേരളത്തിലെ പുരാതന സുറിയാനി, നസ്രാണി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പ്രധാനമായും സീറോ മലബാർ, മലങ്കര, ഓർത്തഡോക്സ്, യാക്കോബായ, ഖൽദായ, മാർത്തോമ, കനാനായ വിഭാഗങ്ങളിലും യഹൂദ ആചാര സമാനതകൾ കാണാം. അതിൽ സീറോ മലബാർ ഉൾപ്പെടെ ചില വിഭാഗങ്ങൾ ഇപ്പോഴും പെസഹ തിരുനാളിന് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാറുണ്ട്. അവരന്ന് ഇൻട്രിയപ്പം, കുരിശപ്പം, പെസഹാപ്പം എന്ന് പറയുന്നു. യഹൂദർ പെസഹ തിരുനാളിന് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വയനാട്, തിരുനെൽവേലി ഭാഗങ്ങളിലും മറ്റു ചില ഭാഗങ്ങളിലും 200-ലധികം മഹാശില സംസ്കാരം എന്നറിയപ്പെടുന്ന പുരാതന യഹൂദ ശവകുടീരങ്ങൾ കാണാം. അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് BC 300 മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയാണ്. അത് മുനിയറ എന്നും ചിലർ പറയാറുണ്ട്. അത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒരു ജനവിഭാഗവും അതിൻ്റെ ഉടമസ്ഥാവകാശം ചോദിച്ചിട്ടില്ല. ഇതുപോലുള്ള ധാരാളം ശവകുടീരങ്ങൾ അയർലൻഡ്, കൊറിയ, അലക്സാണ്ട്രിയ, ഈജിപ്ത്, ജോർദാൻ എന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാം. എബ്രഹാം ബൻഹർ എന്ന വയനാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇതുപോലെ 6 കണ്ടെടുത്തു. അതേപ്പറ്റി അദ്ദേഹം @101 ഇന്ത്യ ഏൻഷ്യൻ്റ് ജൂയിഷ് ബെറിയൽ ചേമ്പേഴ്സ് എന്ന യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ഇന്ത്യയിൽ വിവിധ സമയങ്ങളിൽ യഹൂദർ കൊടിയേറിയതിനെ പറ്റിയും അദ്ദേഹം ദ സിറ്റിസൺ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ ഒരു ജനവിഭാഗം പോലും ഇത് സ്വന്തമാണോ എന്ന് പറഞ്ഞ് ആരും അവകാശപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. ജെറുസലേമിൽ യഹൂദർ പ്രാർത്ഥിക്കുമ്പോൾ ജെറുസലേമിലേക്ക് തിരിഞ്ഞു നിന്ന് പണ്ട് കാലത്ത് പ്രാർത്ഥിച്ചിരുന്നു. കത്തോലിക് ബൈബിൾ പുസ്തകം ദാനിയേൽ അധ്യായം 6 വായിച്ചാൽ മനസ്സിലാകും. ലോകം മുഴുവനുള്ള യഹൂദർ വർഷത്തിലൊരിക്കൽ ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ബൈബിൾ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. ആദ്യ പെന്തക്കോസ്ത് ദിവസം ലോകം മുഴുവനുള്ള വിവിധ ഭാഷകൾ അറിയാവുന്ന യഹൂദർ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നു എന്ന് പറയുന്നു. മുസ്ലിങ്ങൾ 5 നേരം മെക്കയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വർഷത്തിലൊരിക്കൽ അവർ മെക്കയിൽ പോകുന്നു. ആദ്യ പെന്തക്കോസ്ത് ദിവസം ജെറുസലേമിൽ സമ്മേളിച്ചിരുന്ന യഹൂദർ അവരിൽ കുറേ പേർ ഈശോയെ മെശിഹായി അംഗീകരിച്ചു. അവർ തിരികെ പോയപ്പോൾ അവർ വഴി ക്രിസ്തുമതം ലോകം മുഴുവൻ വ്യാപരിച്ചു. ഈശോയുടെ ശിഷ്യരിൽ ഭൂരിപക്ഷം യഹൂദരായിരുന്നു. അവർ വഴിയും ക്രിസ്തുമതം ലോകം മുഴുവൻ വ്യാപരിച്ചു. എന്നാൽ യഹൂദരിൽ ഭൂരിപക്ഷം ഈശോയെ മെശിഹായി അംഗീകരിച്ചില്ല. അവർ തള്ളിപ്പറഞ്ഞു. അവർ മെശിഹ വരും എന്ന പ്രതീക്ഷയിൽ ഇന്നും കഴിയുന്നു. ബൈബിൾ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ യഹൂദർ അയിത്ത ചിന്താഗതി പുലർത്തിയിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. യഹൂദർ പ്രധാനമായും അക്കാലത്ത് ഫരിസേയർ, സദുക്കയർ എന്ന 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കുറേ യഹൂദർ നസ്രാൻ ഈശോയുടെ മാർഗം സ്വീകരിച്ചു. അവരെ നസ്രാൻ ഈശോയുടെ അനുയായികൾ എന്ന നിലയിൽ നസ്രാൻ പക്ഷക്കാർ എന്ന് വിളിച്ചു. തങ്ങളിൽ 3-ാം വിഭാഗമായി കരുതി അവരെ ജെറുസലേം ദേവാലയത്തിൽ വരാൻ യഹൂദർ അനുവദിച്ചിരുന്നു. എന്നാൽ ക്രമേണ മറ്റു വിഭാഗത്തിൽപ്പെട്ട യഹൂദരല്ലാത്തവരും നസ്രാൻ വിഭാഗത്തിൽ ചേരാൻ തുടങ്ങി. അവരും ദേവാലയത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ പഴയ യഹൂദർ നസ്രാൻ പക്ഷത്തെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. പിന്നീട് അവർ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യൻ എന്ന പേര് സ്വീകരിക്കുന്നു. നസ്രാൻ വിഭാഗത്തിൽപ്പെട്ട യഹൂദരും തോമസിലെയും ഇന്ത്യയിൽ വന്നപ്പോൾ നാട്ടിലുണ്ടായിരുന്ന യഹൂദരിൽ ചിലരും മറ്റു ജനവിഭാഗങ്ങളും പെട്ട ചിലരും പുതിയ മാർഗം സ്വീകരിച്ചു. പൊതുവെ അവർ നസ്രാൻ്റെ അനുയായികൾ എന്ന നിലയിൽ നസ്രാണി എന്ന് വിളിക്കപ്പെട്ടു. കേരളത്തിൽ ക്രിസ്ത്യൻ എന്നാൽ ക്രിസ്ത്യൻ എന്ന ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ക്രിസ്ത്യാനിയാണ്. നസ്രാൻ്റെ അനുയായി നസ്രാണിയായി. മധ്യപൗരസ്ദേശം സിറിയ, സുറിയാണ്. ആദ്യ നൂറ്റാണ്ടിൽ മധ്യപൗരസ്ദേശം റോമിൻ്റെ ആധിപത്യത്തിൽ സുറി പ്രവിശ്യയിലായിരുന്നു. സുറി ദേശത്തെ ഭാഷ അറമായ, നാട്ടിൽ സുറിയാനി എന്നറിയപ്പെട്ടു. ഈശോ സംസാരിച്ച ഭാഷയാണ് അറമായ ഭാഷ. ഇന്നും കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആരാധനയ്ക്ക് സുറിയാനി ഉപയോഗിക്കുന്നു. എന്നാൽ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മലയാളത്തിലാക്കി. എന്നാലും ആഘോഷാവസരങ്ങളിൽ അവർ സുറിയാനി ഉപയോഗിക്കാറുണ്ട്. മധ്യപൗരസ്ദേശത്ത് എന്നാൽ ഇപ്പോൾ സിറിയയിൽ ചില ഗോത്രങ്ങൾ മാത്രം അറമായ ഭാഷ ഉപയോഗിക്കുന്നു. ഇസ്ലാം വന്നു, അറബി ആധിപത്യം വന്നപ്പോൾ അവിടെയെല്ലാം അറബിയുടെ ആധിപത്യം വന്നു. എന്നാൽ ഈജിപ്തിലും അറബി ഭാഷയുടെ ആധിപത്യം വന്നു. അവിടെയും ഇപ്പോൾ പുരാതന കോപ്റ്റിക് ക്രിസ്ത്യൻസ് മാത്രം അവിടുത്തെ പുരാതന ഭാഷ ഉപയോഗിക്കുന്നു. മധ്യപൗരസ്ദേശത്ത് പിതാവിന് അബ്ബ എന്ന് പറയുന്നു. നാട്ടിൽ അപ്പൻ എന്ന് പറയാറുണ്ട്. മധ്യപൗരസ്ദേശത്ത് പായ്ക്ക് വരെ അവർ ബാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അശോക ചക്രവർത്തി എഴുതിയ ശിലാലിഖിതത്തിലും അദ്ദേഹം അർമായ
ഗ്രീക്ക് പ്രാകൃതിക ഭാഷയാണ് ഉപയോഗിച്ചത്. അതുപോലെ ബൈബിൾ പുസ്തകം ഉൽപ്പത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദർ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം വണങ്ങിയിരുന്നു. ജപ്പാൻകാർ പരസ്പരം വണങ്ങുന്നത് കാണാം. ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ വണക്കം, നമസ്കാരം, നമസ്തേ എന്നൊക്കെ പറയാറുണ്ട്. എല്ലാത്തിൻ്റെ അർത്ഥം പരസ്പരം വണങ്ങുന്നു, നമിക്കുന്നു എന്നാണ്. എല്ലാവരും പല കാരണത്താൽ വേർപെട്ട ഒരു പിതാവിൻ്റെ മക്കൾ എന്ന ചിന്താഗതി വന്നാൽ ലോകത്തിൽ സമാധാനം കൈവരും. പിന്നെ കേരളത്തിൽ മട്ടാഞ്ചേരി പ്രശസ്തമായ യഹൂദ പരദേശി സിനഗോഗുണ്ട്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.